കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായ വിജയവും പരാജയവും കൃത്യമായി നാം പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയം കണ്ടെത്താനുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ ജനം ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരുടെ നല്ലവരാണ്, പക്ഷേ തമ്മിലടി അവർ വിടുന്നില്ല എന്ന് പൊതുജനം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി ഒരു ഇഞ്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും പുറത്ത് പറഞ്ഞേ തീരൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോകരുത് എന്ന് 1, 2, 3 പ്രാവശ്യം പറയാം. ആ 3 പ്രാവശ്യവും പറഞ്ഞ് അതേ രീതി തുടരുകയാണെങ്കിൽ സലാം പറഞ്ഞ് നമ്മുടെ പാർട്ടി പ്രവർത്തനങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോകേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മുടെ ലക്ഷ്യം ക്ലിയറാണ്. ബത്തേരിയിലെ കോൺഗ്രസ് ക്യാമ്പിൽ മുതിർന്ന നേതാക്കൾ സംസാരിക്കുന്നതാണ് കണ്ടത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് എങ്ങനെ വിജയം ആവർത്തിക്കാൻ കഴിയും എന്നതിൻ്റെ പ്രയോഗ ശൈലിയെക്കുറിച്ചുള്ള പഠനം, അതിനെക്കുറിച്ചുള്ള പദ്ധതികൾ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങിയവയായിരുന്നു അവിടുത്തെ ചർച്ച. പല കാര്യങ്ങൾ അവിടെ വന്നു. ഒരു മാസ്റ്റർ പ്ലാനിലൂടെ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന് വരും കാല തെരഞ്ഞെടുപ്പുകളും വിജയം ആവർത്തിക്കാൻ കഴിയുമോ? ദേശീയ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടാക്കിയ വലിയ നേട്ടം അതേപടി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടോ? സംഘടനാപരമായി അതിന് എന്തുമാത്രം കോൺഗ്രസ് സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്? BJPയുടെ ഭീഷണി എന്തുമാത്രം പുതിയതും വലുതുമാണ്? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് രാത്രി നമ്മുടെ ഈ ചർച്ചയിലുള്ളത് ശ്രീ KP നൌഷാദ് അലി, കോൺഗ്രസ് നേതാവ്, ശ്രീ ആനന്ദ് കൊച്ചുകുടി, മാധ്യമപ്രവർത്തകൻ, ശ്രീ അൻവർ ഷാപ്പാലോട്, CPM സഹയാത്രികൻ എന്നിവരാണ്. ആദ്യം ശ്രീ KP നൌഷാദ് അലി, ഈ ബത്തേരിയിലെ നേതൃ ക്യാമ്പ് അല്ലെങ്കിൽ ഈ പഠന ക്യാമ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തുമാത്രം പുതിയ ഊർജം, പുതിയ ദിശാബോധം നൽകുന്നുണ്ടെന്നാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർ പറയുക? നിഷാദ്, ഇവിടെ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നത് നമ്മുടെ ത്രിതല തെരഞ്ഞെടുപ്പുകളാണ്. അതായത് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം സമ്പൂർണ്ണമായിട്ട് കോൺഗ്രസിനും UDFനും അനുകൂലമാണ്. അതുപോലെ ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രാദേശിക വികസന വിഷയങ്ങൾ കാര്യമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. പൂർണ്ണമായിട്ട് രാഷ്ട്രീയമാണ് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ രംഗത്ത് ഒരു വികസന ഒരു പരിപ്രേക്ഷ്യത്തിൽ ഈ ത്രിതല ബോഡികളുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ഒരു വിലയിരുത്തൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മൾ ഇന്നത്തെ ഈ ഒരു ത്രിതല സംവിധാനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ വികസന ഫണ്ട്, അതിൽ TSP വരും, SCP വരും, മെയിൻ്റനൻസ് ഗ്രാൻഡ് വരും. അത് വർഷത്തിൽ 3 മാസങ്ങളിലായിട്ടാണ് എല്ലാ ത്രിതല സ്ഥാപനങ്ങൾക്കും കൊടുക്കാറുള്ളത്. ഏപ്രിൽ മാസത്തിൽ കൊടുക്കും, നവംബറിൽ കൊടുക്കും, പിന്നെ ഏപ്രിലിലും ഓഗസ്റ്റും നവംബറിലുമാണ് കൊടുക്കുന്നത്, 3 ഗഡുക്കളായിട്ട്. അതുപോലെ തന്നെ ജനറൽ പർപ്പസ് ഗ്രാൻഡ് എല്ലാ മാസവും കൊടുക്കും. എന്നാൽ ഇവിടെ CPMൻ്റെ ഗവൺമെൻറ്റുകൾ ചെയ്തു പോന്നിട്ടുള്ള കാര്യം നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഗഡു കൊടുക്കുന്നത് തന്നെ നവംബർ 21-ാം തീയതിയാണ് കഴിഞ്ഞ വർഷം. നവംബർ 21-ാം തീയതി അത് കൊടുത്ത അടുത്ത മണിക്കൂറിൽ ട്രഷറി ബാൻ ഉണ്ടായി. അതോടുകൂടി 1 രൂപ പോലും ചെലവഴിക്കാനില്ലാത്ത അവസ്ഥയാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് വന്ന് ഭവിച്ചത്. അതുപോലെ തന്നെ അടുത്ത ഗഡു, 3-ാം ഗഡു കൊടുത്തത് മാർച്ച് 30-നോട് അനുബന്ധമായിട്ടാണ്, മാർച്ച് 21-നാണ്. ആ മാർച്ച് 21-ന് ആ ഗഡു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ട്രഷറികൾ പൂട്ടിപ്പോയിരുന്നു. അതോടുകൂടി അതും ചെലവഴിക്കാനായില്ല. അങ്ങനെ ഗ്രാമപഞ്ചായത്തുകൾ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളൊക്കെ വലിയൊരു വികസന പ്രതിസന്ധിയിലാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഒന്നടങ്കം ഗ്രാമപഞ്ചായത്തുകളെ നോക്കി വലിയ തോതിൽ കയറക്കുന്ന സ്ഥിതിയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. അതിന് ഇടത് വലത് വകഭേദമില്ല. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ദൗത്യം ആരോഗ്യ മേഖലയിലാണ്. പാർപ്പിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നമ്മുടെ ത്രിതല സ്ഥാപനങ്ങളാണ് വലിയ ഗണ്യമായ പങ്ക് സംസ്ഥാനത്ത് വഹിക്കുന്നത്. ആ രംഗത്തൊക്കെ വലിയ പരാജയമാണ്. നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴും പോലീസ് ക്യാമ്പിലടക്കം കോളറ ബാധിച്ചതിൻ്റെ വാർത്തകൾ നമ്മൾ കാണുന്നു. സർക്കാരിനെ കുറിച്ചും ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലെ കെടുകാര്യസ്ഥയെക്കുറിച്ച്, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിനെ കുറിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കാനുണ്ട്, നിശ്ചയമായിട്ടുണ്ട്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയും വിധത്തിൽ വിഷയങ്ങൾ ഏറ്റെടുക്കാനുണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസ് അതിനെ എന്തുമാത്രം പ്രയോജനപ്പെടുത്താൻ പോകുന്നു? തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് നേട്ടമുണ്ടാകാൻ താഴെ തട്ടിൽ സംഘടന ഉണ്ടാവണം, താഴെ തട്ടിൽ സമരങ്ങൾ ഉണ്ടാവണം.
കേരളത്തിൽ ആകമാനം സർക്കാരിനെതിരായിട്ടുള്ള സമരവും വികാരവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ്. പക്ഷെ സംഘടനയെ താഴെത്തട്ടിൽ സജീവമാക്കുന്നതിൽ കോൺഗ്രസിന് എന്തുമാത്രം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോഴും താഴെത്തട്ടിലെ സംഘടനാ രൂപീകരണം, എല്ലായിടത്തും ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കുക, എല്ലായിടത്തും ഒരു സമരരൂപമായി മാറുക എന്നതിലേക്ക് ഈ രണ്ടാമത്തെ പ്രതിപക്ഷ ടൈമിലും പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ താഴെത്തട്ടിൽ സംഘടന എത്ര സജ്ജമാണെന്നാണ് മൗലികമായ ചോദ്യം. താഴെത്തട്ടിൽ സംഘടനയ്ക്കുള്ള ദൗർബല്യങ്ങൾ പരിഹരിക്കാനും നേതാക്കളും അണികളും ഒക്കെ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനും പരസ്പര ഐക്യം ഊട്ടിയുറപ്പിക്കാനും ഒക്കെയാണ് കോൺഗ്രസ് ദ്വിദിന ക്യാമ്പുകൾ വിവിധ സമയങ്ങളിലായിട്ട് നടത്തിയത്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടന്നിട്ടുണ്ട്, ഇപ്പോൾ പിന്നെ ത്രിതല തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ ക്യാമ്പുകളിൽ നിന്നുണ്ടായിട്ടുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ വരും നാളുകളിൽ താഴെ തട്ട് വരെ നടപ്പിലാക്കുന്നതോടുകൂടി പലതരത്തിലുള്ള അസ്കിതകൾക്കും അവശതകൾക്കും ഒക്കെ വലിയ പരിഹാരം അതുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇവിടെ കഴിഞ്ഞ പിന്നെ സമാപിച്ച നിയമസഭാ സമ്മേളനത്തിൽ തന്നെ വളരെ കാര്യമായ ചർച്ചയ്ക്ക് വിധേയമായത് ഗ്രാമപഞ്ചായത്തുകൾ, ത്രിതല സ്ഥാപനങ്ങൾക്കൊക്കെ ഫണ്ടുകൾ ലഭ്യമാക്കുന്നതിൽ വരുന്ന കാലവിളമ്പവും അവിടുത്തെ വികസന പ്രവൃത്തികളൊക്കെ വഴിമുട്ടി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അടിയന്തര പ്രമേയ ചർച്ചകളും വാക്കൗട്ടുകളും വലിയ തോതിലുള്ള ചോദ്യോത്തര വേളകളുടെ ഗണ്യമായ സമയമൊക്കെ ഈ വിഷയം കവർന്നിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പാകെ ഈ വിഷയം സജീവമായി എത്തിക്കുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ക്യാമ്പോടുകൂടി നിങ്ങൾ ഈ പറയപ്പെടുന്ന തരത്തിലുള്ള കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയല്ല എന്നുള്ളത് കൊണ്ടാണ് പലരും ഇതിങ്ങനെ ആവർത്തിച്ച് പലപ്പോഴായിട്ട് പറയുന്നത്. അല്ലാതെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം താഴെത്തട്ടിൽ ഊർജിതമാകാഞ്ഞിട്ടല്ല. എന്നാൽ പോലുമുള്ള ദൗർബല്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ട ശക്തമായ നടപടികൾക്ക് രൂപം നൽകിയിട്ടാണ് ഇന്ന് ക്യാമ്പ് സമാപിച്ചിട്ടുള്ളത്. അതിന്റെ ഗുണഫലം തീർച്ചയായിട്ടും വരും നാളുകളിൽ കോൺഗ്രസ് എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ശ്രീ കെ പി നൗഷാദ് അലി, നോക്കൂ, സമീപകാലത്ത് അല്ലെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെ നിങ്ങൾ കേരളത്തിൽ അഭിമുഖീകരിക്കാത്ത ഒരു സീരിയസ് ആയിട്ടുള്ള പ്രതിസന്ധിയാണ് BJPയുടെ ഉയർന്നു വരവ്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാമെന്ന് BJP പ്രായോഗിക സ്വഭാവത്തിൽ തന്നെ കണക്കുകൂട്ടുന്നത് കാണുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ പോലും BJP ജയിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള സ്ഥലങ്ങളിൽ പോലും ആളുകൾ BJPക്ക് വോട്ട് ചെയ്യുന്നു. ഈ സർക്കാരിനോടും അല്ലെങ്കിൽ CPIMനോടുമുള്ള വിപ്രതിപത്തി, ദേഷ്യം, രോഷം തുടങ്ങിയ സംഗതികൾ ആളുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? BJPക്ക് വോട്ട് ചെയ്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ ഒരു ബദൽ ശക്തിയായ കോൺഗ്രസിന് അത് കിട്ടുന്നില്ല? കോൺഗ്രസ് ആളുകളുടെ ഒരു ബദൽ ഓപ്ഷൻ ആവുന്നില്ല എന്ന പ്രശ്നത്തെ നിങ്ങൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് കാണുന്നുണ്ടോ? അതോ നിങ്ങളതിനെ വേണ്ട നിലയ്ക്ക് ഗവനിക്കുന്നില്ലേ? ഇതൊക്കെ ഒരു താൽക്കാലിക പ്രവണതയാണ്, പൊയ്ക്കൊള്ളൂ എന്നാണോ കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും കോൺഗ്രസ് അതിനകത്ത് ഒരു ഗുണഭോക്താകുന്നില്ല എന്നുള്ള നിങ്ങളുടെ പൂർണ്ണമായ വിലയിരുത്തൽ അതൊരിക്കലും ശരിയല്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് ശരികേടുകൾ കാണാം. ഞാൻ പറഞ്ഞ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവർ തന്നെയാണ് ഇവിടുത്തെ വിജയിച്ച പാർട്ടി, തർക്കമില്ല. പക്ഷെ ഒരിടത്ത് മാത്രമേ BJP ചോദിച്ചുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് ആലത്തൂരിലെ കാര്യം എടുക്കാം, ആലപ്പുഴയിലെ കാര്യം എടുക്കാം, ആറ്റിങ്ങലിലെ കാര്യം എടുക്കാം. BJP ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പോലും പരമാവധി വോട്ട് BJPക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വോട്ട് ചെയ്യാൻ ആളുകൾക്ക് മടിയില്ല. സാധാരണ നിലയ്ക്ക് CPMനോടുള്ള വിപ്രതിപത്തി കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വോട്ട് ജയസാധ്യതയുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ ശാക്തിക ബദൽച്ചേരിയായ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അതല്ലാതെയും മനുഷ്യർ തിങ്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നുള്ളത് നിങ്ങളുടെ പരാജയമാണെന്ന് എൻ്റെ ചോദ്യം. അല്ല, തീർച്ചയായിട്ടും CPM വിരുദ്ധത അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധത, ആൻറ്റി ഇൻകമ്പൻസി വോട്ടുകളിൽ ഒരു ചെറിയ ശതമാനം BJPയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന പ്രചരണം, അതുപോലെ തന്നെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട BJPയുടെ പ്രചരണം, അതൊക്കെ ഒരു ഉപരിമധ്യവർഗത്തിലെ ഒരു വിഭാഗത്തെയൊക്കെ ആകർഷിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും അത്തരത്തിലൊരു വികസനോന്മുഖ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ചില കൺകെട്ട് വിദ്യകളൊക്കെ BJP കാണിച്ചപ്പോൾ ഒരു പരിധിവരെയുള്ള ചില വോട്ടുകളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ മുന്നേറ്റങ്ങൾ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത്തരമൊരു സാഹചര്യത്തിന് സമ്പൂർണ്ണമായ മാറ്റമാണ് സംഭവിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്റ്റേച്ചർ തന്നെ മാറുകയാണ്. അത്തരമൊരു ഗോതയിൽ തീർച്ചയായിട്ടും BJPക്ക് വളരെ പരിമിതമായ സാധ്യതകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബോധ്യമാകും. എന്നാൽ പോലും
BJP ഇവിടെ സാധ്യതകൾ പരീക്ഷിക്കുന്ന ഒരു പാർട്ടിയായി മാറുന്നൊരു സാഹചര്യത്തെയും വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടി അഭിസംബോധന ചെയ്യുന്നുണ്ട്. വർഗീയതയുടെ ഒരു രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. ആ വ്യാപനത്തിൻ്റെ ചില പ്രത്യാഘാതങ്ങളൊക്കെ കേരളീയ പൊതുസമൂഹ പരിസരത്തും ഉണ്ടായി വരുന്നുണ്ട്. അവർക്ക് ഇതുവരെ കടന്നു കയറാൻ പറ്റാത്ത ചില മേഖലകളിലേക്കൊക്കെ കടന്നു കയറുന്നു, ഭാഗ്യാന്വേഷണം നടത്തുന്നു, അതിന് സാമഭേദ ദാന ദണ്ഡങ്ങൾ പ്രയോഗിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ആനുപാതികമായി തുലവും കുറവായ ചില മുന്നേറ്റങ്ങൾ BJPക്കുണ്ട്. അല്ല, ഇതിപ്പോ താങ്കൾ തുലവും കുറവായ, ആനുപാതികമായ, സ്വാഭാവികമായ എന്നൊക്കെ പറയുമ്പോൾ കെ മുരളീധരനെ പോലെ മുതിർന്ന നേതാവ് തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള പരാജയം BJP ഒരു സിനിമാക്കാരനെ വെച്ചുണ്ടാക്കിയ ഒരു വിജയമല്ല. BJPക്ക് വോട്ട് ചെയ്യാൻ ആളുകൾക്ക് മടിയില്ലാത്ത കാലം ഇതാ സംജാതമായിരിക്കുന്നു എന്ന് പാർട്ടിയെ പബ്ലിക്കായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതോ ഒരു സിനിമാക്കാരന് കിട്ടിയ വോട്ടാണ് BJPയുടെ നേട്ടമല്ല എന്ന നിലയ്ക്ക് വായിച്ച് വശംബദ്ധരാവല്ലേ എന്ന് മുരളീധരൻ പറയാണ്. അല്ല, അത് മുരളീധരൻ പറയുന്ന കാര്യത്തിൽ വസ്തുതയുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിയുടെയും നിലപാട് തന്നെയാണ്. പക്ഷേ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വന്ന ആളുടെ പൂർവ്വകാല പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ആ പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നീക്കുപോക്കുകളൊക്കെ ഒരു ഘടകമായിട്ടുണ്ടെങ്കിലും അതൊരു BJPയുടെ വിജയമായി തന്നെയാണല്ലോ നമുക്കൊരു സാങ്കേതിക ശാസ്ത്രം അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ കഴിയുക. അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ട്. കോൺഗ്രസ് ക്യാമ്പിൽ കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാലിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ അത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് ചെറുതായിട്ടല്ല കാണുന്നതാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇപ്പൊ നോക്കൂ, തൃക്കാക്കരയിൽ ഇവർ വലിയ വിജയം നേടുന്നു, പുതുപ്പള്ളിയിൽ ഇവർ വലിയ വിജയം നേടുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് CPM തന്നെ സമ്മതിക്കുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇൻ ടോട്ടൽ സേഫായി കഴിഞ്ഞോ? ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ കാത്തിരിക്കേണ്ട സമയം മാത്രം. കോൺഗ്രസിന് സർവ്വഥാ വിജയം, സ്മൂത്തായ വിജയം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ? അതോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സവിശേഷ സാഹചര്യമാണോ? തൃക്കാക്കരയും പുതുപ്പള്ളിയും വേറെ തന്നെ പരിഗണിക്കേണ്ട വിഷയമാണോ? കോൺഗ്രസിന് ഇനിയും പണിയെടുക്കാനുണ്ടോ? എന്താണ് താങ്കളുടെ ടേക്ക്? എന്താണ്? അല്ല, ഈ തൃക്കാക്കര പുതുപ്പള്ളി കഴിഞ്ഞിട്ട് ഇനി പാലക്കാടും ചേലക്കരയും ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ നേരിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നത് കൊള്ളാം. മുൻകൂട്ടി തയ്യാറെടുക്കുന്നത് നല്ലതാണ്. സാധാരണ അവസാനത്തെ മണിക്കൂറിലാണല്ലോ കോൺഗ്രസ്സുകാർ പണിയെടുക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ഈ നിയമസഭയിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് പാലക്കാട് അവർ ജയിച്ച സീറ്റ് നിലനിർത്തുക എന്നുള്ള ആദ്യത്തെ കടമ്പയുണ്ട്. അവിടെ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വെച്ച് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഉള്ള ഒരു നേതാവും അവിടുത്തെ DCC പ്രസിഡന്റ് തങ്കപ്പൻ ഞാനാണ് മത്സരിക്കാൻ യോഗ്യൻ എന്ന് അദ്ദേഹവും, അങ്ങനെയല്ല അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റ് ചില ആൾക്കാരൊക്കെ മുറുമുറുക്ക് അവിടെ വേറെ പല കാര്യങ്ങളുണ്ട്. അവിടെ BJPയിൽ തമ്മിലടിയുണ്ട്, അല്ലെങ്കിൽ CPM അവിടെ 3ാം സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സിന് വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റിൻ്റെ സെലക്ഷനിൽ ഒരു എന്താണ് തെറ്റുപറ്റിയാൽ അവിടെ ജയിക്കുന്നത് BJP ആയിരിക്കും, അല്ലാതെ CPM ആയിരിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ഈ സുരേഷ് ഗോപിയുടെ ജയം സിനിമാ നടൻ്റെ ആണ് എന്നൊക്കെ ഇപ്പോഴും കോൺഗ്രസിൽ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നലത്തെ ചർച്ചയിൽ അങ്ങനെയായിരുന്നു നേതാക്കളൊക്കെ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. മുരളീധരൻ പറയുന്നതിനെ ചിലർ ഏറ്റുപിടിക്കുന്നുണ്ട്, ചിലർ ഏറ്റുപിടിക്കുന്നില്ല. അപ്പോൾ പാലക്കാട് ഇനിയിപ്പോൾ BJP ജയിച്ചാൽ അത് വലിയ കേരളത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. അപ്പോൾ അത് കോൺഗ്രസിന് ഏത് വിധേനയും തടയേണ്ടി വരും. അവിടെ CPMൻ്റെ വോട്ടുകൾ ചോർന്ന് കിട്ടിയിട്ടാണ് കഴിഞ്ഞ തവണ പാലക്കാട് ഷാഫിക്ക് ജയിക്കാൻ പറ്റിയത്. അവിടെ കഴിഞ്ഞ തവണ ഒരു സവിശേഷമായ സാഹചര്യം ഉണ്ടായിരുന്നു, ശ്രീധരൻ മത്സരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. അവിടെ കൗൺസിലർമാർ അവർ വാർഡുകൾ മാറി മാറി നിന്നാലും അവിടെ BJP ജയിക്കുന്നുണ്ട്. മൂത്താൻതറ എന്നൊക്കെ പറയുന്ന അവിടുത്തെ BJPയുടെ കുത്തകയായിട്ടുള്ള വാർഡുകളുണ്ട്. അവിടെ കണ്ണാടി, മാത്തൂര്, പിരായിരി പഞ്ചായത്തുകളിൽ പോലും BJP ഇപ്പോൾ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് ജയിക്കുക. രണ്ടാമത് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പും വെറുതെ വിട്ടു കൊടുക്കാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ CPMൻ്റെ രാധാകൃഷ്ണൻ്റെ സീറ്റാണെന്നൊക്കെ പറഞ്ഞാലും അവിടെയും ജയിക്കേണ്ടത് കോൺഗ്രസിന് ആവശ്യമാണ്. അവിടെ ജയിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ വളരെ ചെറിയ വല്ല ശതമാനത്തിനുമാണ് 2ാം സ്ഥാനത്ത് വരുന്നതെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പാലക്കാട് ജയിക്കുകയും ചെയ്താൽ. അല്ലെങ്കിൽ ഈ പറയുന്ന സമവാക്യങ്ങളൊക്കെ അതിന് മുമ്പേ മാറും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ ഇവിടെ BJP ഒരു 3ാമത്തെ ഓപ്ഷനാണ് എന്ന ഒരു ചിന്ത ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ BJPക്ക് കഴിയും. അപ്പോൾ പാലക്കാട് CPM കൂടി
അഭിമതനായ ഒരു നേതാവിനെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെയോ ബൽറാമിനെയോ ഒക്കെ നിർത്തിയാൽ CPM-ന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യാത്ത സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ AB ഗോപിനാഥിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഇപ്പോഴും പിണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പിണങ്ങിയ ആൾക്കാരെല്ലാം പുറത്തേക്ക് പൊക്കോട്ടെ എന്ന് KC-യും സുധാകരനും ഒക്കെ കൂടി തീരുമാനിച്ചാൽ അവിടെ പാലക്കാട് തോക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അത് ആദ്യത്തെ കടമ്പ. അതിനുശേഷമാണ് പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ തന്നെ നോക്കിയാൽ അവിടെ BJP-യാണ് ഇപ്പോൾ അടുത്ത തവണ ഭരിക്കാൻ പോകുന്നതെന്ന പ്രതീതി ഇപ്പോൾ തന്നെ തിരുവനന്തപുരം പട്ടണത്തിലുണ്ട്. അദ്ദേഹം വട്ടിയൂർക്കാവിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം. അപ്പോൾ എല്ലാവരും പറയുന്നു അദ്ദേഹം വട്ടിയൂർക്കാവ് സീറ്റിന് വേണ്ടിയാണ് അദ്ദേഹം ഈ കളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ 24 ഡിവിഷനുണ്ട്. ആ 24 വാർഡുകളിൽ, വട്ടിയൂർക്കാവ് ഡിവിഷനിലെ 24 വാർഡുകളിലും അദ്ദേഹം ഒരു 10 പേരെങ്കിലും ജയിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം. ഇപ്പോൾ അവിടെ കോൺഗ്രസിന് ആകെ 9 കൗൺസിലർമാരെ 100 വാർഡുകളിലുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഈ നഗരങ്ങളിലാണ് BJP ഏറ്റവും കൂടുതൽ വളരുന്നത്. നഗരങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസിന് വളരാൻ പറ്റിയാൽ മാത്രമേ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026 വരുമ്പോൾ കോൺഗ്രസിന് തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വന്നില്ലെങ്കിൽ, ഏതെങ്കിലും കാരണത്താൽ 2026 കോൺഗ്രസ് ഇവിടെ ഭരണത്തിലേറിയില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഇവിടെ ഭരണത്തിൽ വരാൻ അത്ര കോൺഗ്രസിന് എളുപ്പമായിരിക്കില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയോ അല്ലെങ്കിൽ ദേശീയ ഇപ്പോൾ എന്താണ് നാഷണൽ പൊളിറ്റിക്സിൽ BJP കോൺഗ്രസ് എന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി BJP എന്നുള്ള ആ സമവാക്യം പോലും കേരളത്തിൽ നമുക്ക് അതേപടി പറിച്ചു നടാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഈ LDF-നെയും UDF-നെയും കാലാകാലങ്ങളായിട്ട് ജനങ്ങൾ പരീക്ഷിച്ച് മടുത്ത രണ്ട് ബ്ലോക്കുകളാണ്. അപ്പോൾ അവർക്കൊരു മൂന്നാം ശക്തി വേണം. അപ്പോൾ ആം ആദ്മി പാർട്ടി ഒന്നും ഇവിടെ വന്ന് വളർന്നിട്ടില്ല. അപ്പോൾ കുറേ പേർക്കെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ കുറേ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ BJP-ക്ക് വോട്ട് ചെയ്യാം എന്നുള്ളൊരു മനസ്ഥിതി വന്നിരിക്കുന്നു. CPM-ന്റെ കേഡർ സ്വഭാവമുള്ള വോട്ടർമാർ, അവർക്ക് കുറച്ചുകൂടി ലിബറലായിട്ടുള്ള കോൺഗ്രസിനേക്കാൾ അവർക്ക് ഈ അടിമത്തം ഒരു ശീലമായതുകൊണ്ട് അവർക്ക് CPM-ൽ നിന്ന് BJP-യിലേക്ക് പോകാനാണ് താല്പര്യം എന്ന രീതിയിലുള്ള കുറേ വോട്ടർമാരുണ്ട്. അപ്പോൾ ആ വോട്ടർമാരിപ്പോൾ പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെ കുറേ പേര് BJP-ക്ക് വോട്ട് ചെയ്തു. അടുത്ത തവണ ആ മലബാറിൽ മൊത്തം ഇങ്ങനെ സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ CPM തളരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ CPM തളരുമ്പോൾ ഇവിടെ BJP-ക്ക് വളർച്ച ഉണ്ടാകുന്നു. കോൺഗ്രസ് ആണെങ്കിൽ കാര്യമായിട്ട് മുന്നേറുന്നില്ല. ന്യൂനപക്ഷങ്ങളുടെ മാത്രം വോട്ടുകൾ കൊണ്ട് കോൺഗ്രസിന് ഇവിടെ അസംബ്ലിയിൽ ജയിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് ഈഴവ വോട്ടുകൾ ഉൾപ്പെടെ നായർ വോട്ടുകൾ ഉൾപ്പെടെ തടഞ്ഞു നിർത്തേണ്ട ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. അത് NSS-ന്റെ നേതൃത്വത്തെ കൊണ്ട് മാത്രം അങ്ങനെ തടുത്തു നിർത്താൻ പറ്റുകയുമില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക, എന്നാൽ മറ്റ് പല കാര്യങ്ങളും മറ്റ് പല സമവാക്യങ്ങളും അവർക്ക് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിൽ പുര നിറഞ്ഞു നിൽക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട്. അവരെ എല്ലാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ട് ഉയർത്തി കാണിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവർ തമ്മിലടിക്കുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും പൊതുവെ തോന്നുന്നത്. ആരാണ് നേതാവ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡിമാർക്കേഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കോൺഗ്രസിനുണ്ട്. പക്ഷേ ആസന്നമായിട്ടുള്ളത് പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പുകളാണ്. അവിടെ എന്തെങ്കിലും തരത്തിൽ കോൺഗ്രസിന് മണ്ടത്തരാൻ പറ്റിയാൽ അത് കോൺഗ്രസിനെ ദീർഘകാലത്തേക്ക് കേരളത്തിൽ ബാധിക്കും. യെസ്, അതാണ്. CPM സഹയാത്രികനായ അൻവർ ഷാ പാലോട് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അൻവർ ഷാ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം നോക്കാം. ദേശീയ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസിനൊരു എഡ്ജുണ്ട് എന്നൊക്കെയാണ് നിങ്ങളെപ്പോഴും പറയുക. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടാനുള്ള കാരണമായിട്ട് പാർട്ടി തന്നെ വിലയിരുത്തുന്നതും നേതാക്കൾ തുറന്നു പറയുന്നതും എഴുതുന്നതും ഭരണം ആകെ ജനവിരുദ്ധ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. പാർട്ടിക്ക് ജനങ്ങളുമായിട്ടുള്ള ജൈവിക ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ സ്വയം കൃതാനർത്ഥമാണ് ഈ വലിയ പരാജയം എന്ന് വെച്ചാൽ ആലത്തൂരിൽ പോലും നമ്മൾ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഏതെങ്കിലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ജയിച്ച ഒരു മണ്ഡലത്തിൽ ഒപ്പിക്കാൻ പോലും LDF-ന് പറ്റുന്നില്ല എന്നത് കാണുക. ആ നിലയ്ക്ക് ജനങ്ങളുമായി ഒരു അകലം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ്. അത് നല്ല ഗ്യാപ്പല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ച്? അവർ ശുഭപ്രതീക്ഷ വയ്ക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ അൻവർ ഷാ? അല്ല നിഷാദേ, ഇപ്പോൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസ് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമായിരുന്നല്ലോ.
ആ ആത്മവിശ്വാസം അവർക്ക് തകരുന്നത് എപ്പോഴാണ്? അത് 5 നിയമസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അവരുടെ 3 സീറ്റാണ്, അവരുടെ 3 സിറ്റിംഗ് സീറ്റ് UDFനെ സംബന്ധിച്ച് നഷ്ടമായി. അപ്പോഴോ അതിനുശേഷം നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊരു വലിയ എഡ്ജുണ്ടായി. അവർക്ക് അവരുടെ കയ്യിൽ ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ബൈ ഇലക്ഷൻ, ആ ബൈ ഇലക്ഷൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ഒരു മരണത്തിന് ശേഷം നടക്കുന്ന 2 തെരഞ്ഞെടുപ്പുകൾ സ്വാഭാവികമായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സാഹചര്യം വെച്ച് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്താണ് കോൺഗ്രസ് ഇനി വരുന്ന തദ്ദേശ അവരെങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ കൂടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും CPMനെ പോലെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണോ കോൺഗ്രസ്? നിഷാദ് അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇപ്പോൾ LDFനെ സംബന്ധിച്ച് ഭരണത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു തെറ്റായ പ്രവണതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണല്ലോ CPMഉം LDFും. പിന്നെ നിഷാദ് ആകപ്പാടെ അങ്ങ് പറയല്ലേ, ഇപ്പോൾ മാവേലിക്കരയിൽ എങ്ങനെയായിരുന്നു? ടൈറ്റ് ടു ഫൈറ്റ് അല്ലേ? 11,000 വോട്ടിനല്ലേ ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് എങ്ങനെയോ ജയിച്ചു കയറുന്നത്? ഇനി ആറ്റിങ്ങലിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആറ്റിങ്ങലിൽ ഈ പറയുന്ന കഴിഞ്ഞതിന് അടൂർ പ്രകാശിന് ഉണ്ടായിരുന്ന വോട്ട് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പോയിട്ട് വെറും 600 വോട്ടിനാണ് അടൂർ പ്രകാശ് ജയിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെ അടിക്കുന്നതാണല്ലോ. അപ്പോൾ ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് LDFന് ഇപ്പോൾ 20,000 വോട്ടിനെ ആലത്തൂര് വിജയിക്കാൻ കഴിഞ്ഞോളൂ എന്നുള്ളതിൻ്റെ അർത്ഥം LDFന് ഇവിടെ എന്തോ വലിയ രീതിയിലുള്ള അന്ന് ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ വികാരം സ്വാഭാവികം. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചത് വലിയ പ്രത്യേകത ഉണ്ടാക്കിയിട്ടുണ്ട്. ശബരിമല വിഷയം ഒരു പക്ഷേ പ്രവർത്തിച്ചു കാണണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ 2024 തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷം പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, PB അംഗങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോവുകയാണെന്ന് പറയുന്നു. അത് പുതിയ കാര്യമാണ്. 2019 ശേഷം CPM ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ CPMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചുകൂട്ടി നമ്മുടെ കയ്യിൽ പിഴവുണ്ട്, നമ്മുടെ സമീപനത്തിൽ പ്രശ്നമുണ്ട്, ജനബന്ധം നഷ്ടപ്പെടുന്നു. പ്രകാശ് കാരട്ട് പറയുന്നു ജൈവിക ബന്ധം നഷ്ടമാകുന്നു. തോമസ് ഐസക് പറയുന്നു ജീവൽ ബന്ധം നഷ്ടമാകുന്നു. MA ബേബി പറയുന്നു നമ്മൾ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ പ്രശ്നമുണ്ട്. അതാണ് ഈ കുഴപ്പം, ഈ നിരക്കുള്ള അകലം ഉണ്ടാവാൻ കാര്യമെന്ന്. കാരണം ഈ തെരഞ്ഞെടുപ്പ് 2019 പോലെ ആയിരുന്നില്ല. അല്ല നിഷാദെ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്, തെരഞ്ഞെടുപ്പുകൾ ഒരിക്കലും എന്താവില്ല, ഏതെങ്കിലും ഒരു താൽക്കാലികമായിട്ടുള്ള വിജയമോ പരാജയമോ ഒക്കെ ആയിരിക്കും. ഓരോ തെരഞ്ഞെടുപ്പുകളിലെയും പാഠങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടി, അതിൽ പ്രത്യേകിച്ച് CPM ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ജൈവിക ബന്ധം എന്ന് തന്നെ നിങ്ങൾ വിളിച്ചോളൂ. ഇപ്പോൾ ആ ബന്ധം നഷ്ടമാകുന്ന രീതിയിലേക്ക് CPMന്റെ കയ്യിൽ നിന്ന് വോട്ട്, CPMന് ഇപ്പോഴും 34-35% അടുത്ത് വോട്ടുണ്ടല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു 35% വോട്ട് തന്നെയാണ്. കഴിഞ്ഞ ഞാൻ ചോദിക്കുന്നത് മനസ്സിലാക്കൂ. അതായത് ഈ കഴിഞ്ഞ തവണത്തെ സാഹചര്യം അല്ല. ഈ CPMനോട് ആളുകൾക്ക് വിപ്രതിപത്തി ഉണ്ടാവുന്നു, വോട്ട് ഇറങ്ങിപ്പോകുന്നു, നിങ്ങളുടെ ഫിക്സഡ് വോട്ട് ബാങ്കിൽ നിന്ന് പോകുന്നു. എങ്ങോട്ടാ പോകുന്നേ? BJPയിൽ പോകുന്നു. സാധാരണ നിലയ്ക്ക് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വോട്ട് മാറ്റി ചെയ്യും. ചെറിയൊരു എന്താ പറയാ മാറ്റത്തിലൂടെ ഭരണം മാറുക, അല്ലെങ്കിൽ ലോക്സഭയിലെ കണക്ക് മാറുക ഒക്കെ സംഭവിക്കും. ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ എന്താണ് സംഭവിക്കുന്നത്? BJPയിലേക്ക് വോട്ട് പോവുകയാണ്. അത് മനസ്സിലാക്കുന്നതിൽ അതിനെ പരാജയപ്പെട്ട് നിൽക്കുകയാണ് CPM. അല്ല നിഷാദ്, എനിക്കൊന്ന് പൂർത്തിയാക്കാം. കാരണം നേരത്തെ ശരിക്കും കോൺഗ്രസിനെ കുറിച്ചാണ് ചർച്ച. അപ്പോൾ ഇതിലേക്ക് ഈ വിഷയം വരുമ്പോൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ നിഷാദ് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു മര്യാദയല്ലല്ലോ. നിഷാദ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇപ്പോൾ BJP ജയിച്ച ലോക്സഭാ മണ്ഡലം എവിടെയാ? തൃശ്ശൂരാ. ആരുടെ സിറ്റിംഗ് സീറ്റായിരുന്നു? എത്ര ലക്ഷം വോട്ട് നഷ്ടപ്പെട്ടു? അപ്പോൾ അവിടെ CPMന്റെ കയ്യിൽ നിന്നുള്ള വോട്ടാണോ നഷ്ടപ്പെട്ടത്? കോൺഗ്രസിന്റെ കയ്യിൽ നിന്നുള്ള വോട്ടാണോ നഷ്ടപ്പെട്ടത്? നിങ്ങൾ പറ. പിന്നെ ഈ ആൾക്കാരൊക്കെ വോട്ട് BJPയിലേക്ക് പോയി, BJPയിലേക്ക് പോയത് മൊത്തം കോൺഗ്രസിന്റെ വോട്ടാണെങ്കിൽ നിങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളിൽ പോയതിനെ കുറിച്ച് പറ. നമ്മുടെ കയ്യിൽ നിന്ന് വോട്ടിറങ്ങി BJPയിൽ പോകുന്നത് അപകടകരമാണ്.
അല്ലല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളതും അതോടൊപ്പം തന്നെ നമുക്ക് വിജയിക്കാൻ കഴിയാത്തതിന്റെ സാഹചര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ഉണ്ട്. എന്റെ ചോദ്യം ഇതാണ്. ഇപ്പൊ ഞാനിപ്പോ CPM-നെ ഡിസെക്ട് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ദിവസം തെരഞ്ഞെടുപ്പിന് ശേഷം എന്റെ ചോദ്യം ഇതാണ്, താങ്കൾ ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യും. അതായത് ഭരണവിരുദ്ധ വികാരമുണ്ട്, ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നൊക്കെ CPM തന്നെ വിലയിരുത്തുന്നിടത്താണ് കോൺഗ്രസ് താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത്. കോൺഗ്രസിന് ഇപ്പൊ ഈയിടെ ആയിട്ടുള്ളത് മുഴുവൻ വിജയത്തിന്റെ ഹിസ്റ്ററിയാണ്. അവരുടെ ട്രാക്ക് മൊത്തം നോക്കിയാൽ അങ്ങനെയാണ്. അപ്പൊ കോൺഗ്രസിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമല്ലേ? നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പിഴച്ചു എന്ന് സമ്മതിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസിന് കുറച്ചുകൂടി റോൾ കൂടുകയല്ലേ എന്നാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ അതിലേക്ക് മറുപടി ഒന്ന് പറയുകയാണ്. ഈ കോൺഗ്രസ് ഈ പറയുന്ന രീതിയിൽ ഇത്രയൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞാലും കോൺഗ്രസിന് ഇത് അടിത്തട്ടിൽ നടപ്പിലാക്കാനുള്ള സംവിധാനം വേണ്ടേ? ഇത് നിങ്ങൾ നിഷാദ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകൂ. ഇവർ ഒരു പഞ്ചായത്തിൽ, ഇപ്പം എൻ്റെ വാർഡിൽ തന്നെ 8 ഗ്രൂപ്പാണ് ഇവർ കോൺഗ്രസിൻ്റെ. ഇവർ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ആരൊക്കെ മത്സരിക്കണം? ഒന്ന് ഈ റിബല് നിൽക്കും, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന 4 പേരൊക്കെ ഒരു വാർഡിൽ തന്നെ മത്സരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ എൻ്റെ പെരിങ്ങമല പഞ്ചായത്ത്, ഈ പെരിങ്ങമല പഞ്ചായത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ രാജിവെച്ചിട്ട് CPM-ൽ ചേർന്ന് കോൺഗ്രസിന്റെ ഭരണം തന്നെ നഷ്ടമായി. അടുത്ത ബൈ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ കോൺഗ്രസിനകത്തുള്ള പല ആൾക്കാർക്കും അതിനകത്ത് നിൽക്കാൻ വയ്യ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നവരാണ് ഈ പറയുന്ന രീതിയിൽ ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. ഇപ്പൊ 2010 ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്നാണ് UDF-ഉം കോൺഗ്രസും ഈ പറയുന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അവർക്കൊരു വലിയ അപ്രമാദിത്വ വിജയം നേടിയിരിക്കുന്ന ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഞങ്ങളുടെ ജില്ല തിരുവനന്തപുരം ജില്ല, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പകുതിയിലേറെ സീറ്റ്, മീൻസ് മുഖ്യ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ഇന്ന് 9 സീറ്റ്, നേരത്തെ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ പറഞ്ഞു. BJP ഈ പറഞ്ഞ കഴിഞ്ഞേന് ഇവർ ജയിച്ചിരുന്ന പല സീറ്റുകളിലും BJP ജയിച്ചിരിക്കുന്നത്. അങ്ങനെ LDF-നെ സംബന്ധിച്ച് അവരുടെ സംവിധാനം ഓരോ വാർഡിലും ഓരോ വീട്ടിലും ഓരോ ബ്രാഞ്ചിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള അറിവുണ്ട്. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന ഒരു മറ്റൊരു രീതിയിലുള്ള ട്രെൻഡാണ്. ആ ട്രെൻഡ് വെച്ചിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് ഇവർക്ക് എന്താണ് ഒരു CPM-ന് ഇങ്ങനെ ഒരു വോട്ട് കുറഞ്ഞതുകൊണ്ട് അത് മുതലാക്കാൻ കോൺഗ്രസിന് കഴിയും എന്ന് പറയുന്നത്. ഇനി നൗഷാദ് അലി നേരത്തെ ഇവിടെ പറഞ്ഞത് ഈ പഞ്ചായത്തുകളിലേക്ക് സർക്കാർ ചെയ്തിട്ടുള്ള കാര്യം, അതുകൊണ്ടാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ 2023 ദേശീയ പഞ്ചായത്ത് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ 9 അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 4 കേരളത്തിനായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവർ ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് അവിടുത്തെ ഫിനാൻസ് കമ്മീഷൻ അംഗമടക്കമുള്ളവർ കേരളത്തിൽ എങ്ങനെയാണ് സർക്കാർ പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൊടുക്കുന്നത്, അതോടൊപ്പം തന്നെ അധികാര വികേന്ദ്രീകരണം എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റി പഠിക്കാനായിട്ട് അവർ വന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തി. ഇനി തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർക്ക് എനർജി എഫിഷ്യൻസി ടൈംസ് ഗ്രൂപ്പിന്റെ അവാർഡ് തന്നെ കിട്ടി. അങ്ങനെ കേരളത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ LDF ഭരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഡെവലപ്മെന്റും തദ്ദേശ ഭരണരംഗത്ത് LDF മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. മറ്റൊന്ന്, കോൺഗ്രസിന് ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിനെ എൻകാഷ് ചെയ്യാൻ കഴിയുന്ന സംഘടനാ സംവിധാനം ഇല്ല എന്നതാണ്. അല്ല നൗഷാദ്, അതിന്റെ മറുപടി എന്നാണ്. അതിനൊപ്പം തന്നെ ആനന്ദ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. കാരണം ആളുകൾ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്, ആളുകൾ യൂണിറ്റി ആഗ്രഹിക്കുന്നുണ്ട്, ആളുകൾ മികച്ച നേതാവിനെ ആഗ്രഹിക്കുന്നുണ്ട്. LDF-ന്റെ ഒരു നേട്ടം അതായിരുന്നു. ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അവർക്ക് സ്റ്റെബിലിറ്റിയും ഒരു ലീഡറെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ പിണറായി വിജയന്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷാകർത്തൃ ബിംബം എന്നതിലേക്ക് പിണറായി വിജയനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. കോൺഗ്രസിന് ഇപ്പോഴും അങ്ങനെ ഒരു സംഗതി പ്രശ്നമുണ്ടോ? കാരണം ഈ ആഭ്യന്തരമായ സങ്കീർണതകൾ, നേതാക്കൾക്ക് പരസ്പരമുള്ള വിശ്വാസ ഇല്ലായ്മ എന്ന് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ K. സുധാകരനെ പോലെ PCC-യുടെ പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് സംഘടനയെ മൊത്തം കെട്ടിപ്പടുക്കുമെന്ന് വിചാരിച്ച ആൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ടാർഗറ്റിലേക്ക് പാതി ദൂരം പോലും എത്താതെ പരാജയപ്പെട്ട് നിൽക്കുന്നത്, ഈ പ്രശ്നങ്ങൾ ശരിക്കും നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ? നിഷാദ്, കോൺഗ്രസിനകത്തെ ആഭ്യന്തര തർക്കങ്ങളോ വിഷയങ്ങളോ ഒക്കെയാണ് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഹേതുവെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നിങ്ങളൊരു 10-30 വർഷമോ 40 വർഷമോ 25 വർഷമോ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസ് ഇതുപോലെ അപശബ്ദങ്ങൾ ഉണ്ടാക്കാതെ പ്രവർത്തന രംഗത്തും തെരഞ്ഞെടുപ്പ് രംഗത്തുമൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള കാലഘട്ടം അത് അപൂർവമായിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അത് ഞാൻ പറയാം, ഇപ്പം നമുക്ക് K. കരുണാകരൻ്റെ കാലം എടുത്താൽ ശരിയാണ്, കോൺഗ്രസിനകത്ത് സങ്കീർണതകളുണ്ട്.
പക്ഷെ അതിനെല്ലാം മേലെ നിൽക്കുന്ന ഒരു 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 ബിംബം എന്നൊക്കെ വിളിക്കാവുന്ന പൊസിഷനായിരുന്നു കെ കരുണാകരന്. ആളുകൾ കേവലം 2 ഗ്രൂപ്പുകളുടെ ഇപ്പുറത്തൊരാളെന്ന നിലയ്ക്കല്ല കരുണാകരനെ കണ്ടിട്ടുള്ളത്. ഉമ്മൻചാണ്ടി ആഭ്യന്തര വിഭജനത്തിന് മേലെ പൊസിഷൻ ചെയ്യപ്പെട്ട നേതാവാണ്. AK ആന്റണി. അതിനുശേഷം കോൺഗ്രസിന് അങ്ങനെ ഒരു ലീഡർ ഉണ്ടോ? അല്ല, ചിലപ്പോൾ നിങ്ങളൊരു 25-30 വർഷം കഴിഞ്ഞിട്ട് മീഡിയ വണ്ണോ ഈ ചാനലുകളോ ഒക്കെ ഇപ്പോൾ ഉള്ള നേതാക്കളെ കുറിച്ചും ഇങ്ങനെയൊക്കെ പരാമർശിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അതൊക്കെ അതത് കാലങ്ങളിലെ നേതാക്കന്മാർക്കെതിരെ വിമർശനം ഉണ്ടാവും, പിന്നെ പ്രോത്സാഹനങ്ങളും ഉണ്ടാവും, കയ്യടികളും കൂവിവിളികളൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ഏതായാലും കോൺഗ്രസിനകത്ത് കഴിവുള്ള ഒന്നിലധികം നേതാക്കളുണ്ട് എന്നുള്ളത് നിങ്ങൾ മറ്റൊരു ഭംഗ്യന്തരേണ നിങ്ങൾ പിന്നെ സമ്മതിച്ച് തരികയാണ്. ഇതിലൂടെ തർക്കമൊന്നുമില്ല, നേതാക്കളുണ്ട്. പക്ഷെ അവർ തമ്മിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു തർക്ക വിതർക്കങ്ങൾ ഉണ്ടാക്കി അവരൊക്കെ ഓരോ ധ്രുവങ്ങളാണ് എന്ന മട്ടിലുള്ള ചിത്രീകരണത്തിന് എന്ത് തരത്തിലുള്ള യുക്തിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം നയപരമായ വിഷയത്തിൽ, അധികാരത്തിൻ്റെ പങ്കിടലിൻ്റെ കാര്യത്തിൽ, സ്ഥാനാർത്ഥി നിർണയത്തിൽ എവിടെയും ഒരു തരത്തിലുള്ള അപശബ്ദങ്ങളും കോൺഗ്രസ് പാർട്ടി സമീപകാലത്ത് മുഴക്കിയിട്ടില്ല. അപ്പോൾ അത്തരം നിങ്ങൾ ഇരുട്ടത്ത് പൂച്ചയെ തെരയുന്നൊരു പണി അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ചെയ്തു പോരുന്ന ഒന്നാണ്. അതുകൊണ്ട് എനിക്കതിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്തൊരു പ്രശ്നങ്ങളിലേക്ക് ഈ പാർട്ടി പോവുകയില്ല. കാരണം ഇതിനൊരു സംസ്ഥാന ഭരണം ആവശ്യം വേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് ഈ പാർട്ടി മുന്നോട്ട് നീങ്ങുന്നത്. തീർച്ചയായിട്ടും അത്തരമൊരു സാഹചര്യം മുതലെടുക്കുക, അതിനെ വിജയകരമായ പരിസമാപ്തിയിലെത്തിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഒരു ചിന്തയും ലക്ഷ്യവും ഒരു നേതാക്കൾക്കും ഇല്ല. പിന്നെ അധികാരം കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതിന് ശേഷം കൃത്യമായിട്ട് നിറവേറ്റപ്പെട്ടുകൊള്ളും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ പിന്നെ നിഷാദ്, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇത് കേരളമാണ്. എല്ലാ കാലത്തും ഇവിടെ ഒരു ഇടതുപക്ഷ പൊതുബോധമുള്ളൊരു സംസ്ഥാനമാണ്. സാധാരണക്കാർ പോലും നിയമങ്ങളെക്കുറിച്ചും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ ബോധവാന്മാരായ, പാവപ്പെട്ടവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എല്ലാ കാലത്തും. ഇവിടുത്തെ ഇടതുപക്ഷ പൊതുബോധം ഇന്ന് നയിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ സാധാരണക്കാരൻ്റെ പൊതുബോധത്തെ സ്വാധീനിക്കുന്ന ഇന്നത്തെ നേതാവ്. ഒരു കോർപ്പറേറ്റ് നവലിബറൽ ആശയങ്ങൾക്കും ചൂഷണങ്ങൾക്കും മാമാങ്കങ്ങൾക്കും ഒക്കെ എതിരായി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന സ്ഥായിയായ നിലപാടുള്ള ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. ഇവിടുത്തെ സോക്കാൾഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിങ്ങൾ എടുത്തു നോക്കുക. CPM-ൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ആരെങ്കിലും ഒരു കോർപ്പറേറ്റ് ലിബറൽ നയങ്ങൾക്കെതിരായിട്ട് അങ്ങനെ ഒരു നായകസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഇടത് പൊതുബോധം ഇന്ന് പ്രതിഷ്ഠിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും ഒന്നും ഞാൻ പോകുന്നില്ല. അദ്ദേഹം ആ കാര്യത്തിലൊക്കെ വലിയ പരാജയമാണ്. മറ്റ് നേതാക്കളൊന്നും പറയത്തക്ക എവിടെയും അവർക്കില്ല. സീതാറാം യെച്ചൂരിയെ പോലുള്ള നേതാക്കളൊക്കെ രാഹുൽ ഗാന്ധിയിൽ അത്തരമൊരു പരിവേഷം കണ്ടെത്താനും അതിൻ്റെ കൈക്കുറ്റപ്പാടുകൾ തീർക്കാനുള്ള ഉപദേശക റോളിലും സഹായക രാഷ്ട്രീയ പിന്തുണയിലൊക്കെയാണ് അവരൊക്കെ മുന്നോട്ട് പോകുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ അത്തരത്തിലുള്ളൊരു പരിവേഷം ഈ രാജ്യത്തെ ഒരു സാമൂഹ്യ ഇടതു പൊതുബോധം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലും അതിന് വലിയ പ്രതിഫലനങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിൽ വലിയ വിശ്വാസമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ BJP-യോ CPM-ഓ പ്രവർത്തിക്കും പോലെ എല്ലാ പഴുതുമടച്ച് ഇരുമ്പറക്കുള്ളിലൊന്നും കോൺഗ്രസ്സിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇതിങ്ങനൊരു പാർട്ടിയാണ്. അതിനെ നോക്കുമ്പോൾ പല ദൗർബല്യങ്ങളും മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇതൊരാൾക്കൂട്ടത്തിൻ്റെ ആർക്കും ദഹിക്കാവുന്ന, വന്നു ചേരാവുന്ന, കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യത്തെ കുറിച്ചോ അല്ല അതിനെക്കുറിച്ച് എനിക്ക് തർക്കമില്ല. കോൺഗ്രസ് അങ്ങനെയാണ് എല്ലാ കാലത്തും പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ള സംഘടന. ഒറ്റക്കെട്ടായ ഒരു പൊതുവികാരത്തിന്മേൽ ഒരു സംഘടന ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ഒരു അനിവാര്യ ഘട്ടം. കാരണം 2 തവണ പ്രതിപക്ഷത്തിരിക്കുകയാണ്, സാഹചര്യം മാറിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇന്ന പണ്ട് ചുവരെഴുതി കഴിഞ്ഞ ശേഷവും സ്ഥാനാർത്ഥി നിർണ്ണയിച്ചിട്ടുണ്ട്, ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം എന്നൊക്കെ പറഞ്ഞാൽ അതേ കൾച്ചർ കോൺഗ്രസ് അങ്ങനെയാണെന്നൊക്കെ ഉൾക്കൊള്ളാൻ ജനങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടോ? അല്ല, ഞാനിതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഒരു വാദത്തെ മുഖവിലക്ക് എടുത്തുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിനി നിങ്ങളുടെ വാദത്തെ ഞാൻ വാദത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അംഗീകരിച്ച് തന്നുകൊണ്ട് തന്നെ പറയട്ടെ. നിങ്ങൾ പറയുന്നല്ലോ നേതാക്കൾ തമ്മിലൊക്കെ ചില ഛിദ്രതകളും ഭിന്നതകളൊക്കെ ഉണ്ട്, പക്ഷേ അണികൾ തമ്മിൽ അതില്ല. അത്തരത്തിലുള്ള നേതാക്കളെ വാഴിക്കാൻ അനുവദിക്കാത്ത സംസ്കാരം അണികളിൽ ഇന്ന് കോൺഗ്രസിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് മുകളിൽ നിന്ന് ഗ്രൂപ്പിൻ്റെ ഒരു സ്വിച്ച് ഇട്ടാൽ ബൂത്ത് തലം വരെ ഗ്രൂപ്പായിട്ട് ചേരിതിരിയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഏത് വലിയ നേതാവ് വിഭാഗീയത പറഞ്ഞാലും
ആ നേതാവിനെ ചെവി കൊള്ളാതെ കൂട്ടായി മുന്നോട്ട് പോകുന്നൊരു പ്രവർത്തക സംസ്കാരം കോൺഗ്രസിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു നേതാവും മുകളിൽ നിന്ന് എന്ത് അപശബ്ദം ഉണ്ടാക്കിയാലും അത് താഴെത്തട്ടിൽ യേശുന്ന പ്രശ്നമില്ല. ഈ സന്ദേശം കോൺഗ്രസിൻ്റെ നേതാക്കളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അപകടകരമായ പ്രവണതയിലേക്ക് ഈ പാർട്ടി തിരിച്ചു പോകുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. പ്രത്യേകിച്ചും ഇത്തരം ഒരു ബാഡ്ലി നീഡഡായ ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ വേണ്ട എന്നാണ് നിഷാദ് എനിക്ക് പറയാനുള്ളത്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഈ BJP ഫാക്ടർ എന്തുമാത്രം അലാമിംഗ് ആണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്നാണ് തോന്നുന്നത്? കാരണം അല്ല, കോൺഗ്രസ് അതിനെ എന്തുമാത്രം സീരിയസ് ആയി എടുക്കുന്നുണ്ട്? അവർക്ക് അതിനൊക്കെ എന്തൊക്കെ കൗണ്ടർ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് താങ്കൾക്ക് തോന്നുന്നു? അല്ല, BJP രണ്ട് തരത്തിലാണ് കേരളത്തിൽ വളരാൻ നോക്കുന്നത്. ഒന്ന്, അവരുടെ നായർ കമ്മ്യൂണിറ്റിയിലുള്ള അവരുടെ മുന്നേറ്റം തുടരുക, ഈഴവ കമ്മ്യൂണിറ്റിയിലേക്ക് പടർന്ന് പന്തലിക്കുക. പിന്നീട് അവർക്ക് ക്രിസ്ത്യൻ വോട്ടർമാരെ കൂടെ നിർത്താനുള്ള, അല്ലെങ്കിൽ സഭയെ മാത്രമല്ല, ഇനിയിപ്പോൾ ജോർജ് കുര്യന് ഈ ഫിഷറീസ് വകുപ്പിൻ്റെ ചുമതല കൊടുത്തത് വെറുതെ ഒരു എന്താ പറയുന്നത്, അത് ആലോചിക്കാതെ എടുത്ത തീരുമാനമൊന്നുമല്ല. അതൊക്കെ വളരെ കരുതിക്കൂട്ടി ചെയ്ത കാര്യങ്ങളാണ്. ജോർജ് കുര്യൻ അവിടെ മുതലപ്പുഴയിൽ പോയി നടത്തിയ ചർച്ചകൾക്കൊക്കെ ലത്തീൻ ബിഷപ്പുമാരുൾപ്പെടെ നല്ല വാക്ക് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതൊന്നും വെറുതെ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. അപ്പോൾ ഇവിടെ BJPക്ക് കൃത്യമായ സ്ട്രാറ്റജികളുണ്ട്. അവർക്കറിയാം ഇവിടെ ഒരിക്കലും BJPയെ പരീക്ഷിക്കാത്ത ഒരു സ്ഥലമായതുകൊണ്ട് കേരളം, എന്നാൽ കേരളം തമിഴ്നാടിനേക്കാളും ഒക്കെ ഐഡിയോളജിക്കലി കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആണ്. ഞാനീ പറയുന്നത് കേരളത്തെ എഴുത്തിക്കാട്ടാനോ അല്ലെങ്കിൽ മലയാളികളുടെ പ്രബുദ്ധതയെ കുറച്ച് കാണിക്കാനുമല്ല. തമിഴ്നാട്ടിലൊക്കെ കുറച്ചുകൂടി മെക്കാനിക്കലായിട്ട്, യാന്ത്രികമായിട്ട് കേരള സ്വഭാവം പോലെ അവർക്ക് അങ്ങനെ ഒരു തീവ്രമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. പക്ഷേ അതിനേക്കാൾ മികച്ച ഒരു ലിബറൽ കാഴ്ചപ്പാടുള്ള മനുഷ്യരാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേറൊരു ദൗർബല്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധനത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് അവർക്കുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ BJP എന്തുകൊണ്ട് ഒന്ന് പരീക്ഷിച്ചുകൂടാ എന്ന് സാമാന്യ യുക്തിയിൽ ചിന്തിക്കുന്ന വോട്ടർമാരുടെ എണ്ണം, സാധാരണ ജനങ്ങളുടെ എണ്ണം കേരളത്തിൽ കൂടുകയാണ്. അത് ഇപ്പോൾ അത് കുറച്ച് വിഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ എങ്കിലും ആളുകൾക്ക് എന്തുകൊണ്ട് മൂന്നാമതൊന്നിനെ പരീക്ഷിച്ചുകൂടാന്നുള്ള ചിന്ത വരിക? സാധാരണ ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയിട്ടൊരു ഒരു CPM-നെതിരായിട്ടുള്ള ഒരു വീഡിയോ കണ്ടാൽ ആ വീഡിയോയുടെ താഴെ പിണറായി വിജയനെയും CPM-നെയും കുറ്റം പറയുന്ന ആളുകളുടെ വലിയൊരു നിര കാണാം. പക്ഷെ അതിന് താഴെ നമ്മുടെ ഒരു കേരളത്തിൻ്റെ രക്ഷ ഇനി VD സതീശനിലാണ് എന്ന് പറയുന്ന ആളുകളെ നമ്മൾ വളരെ ചുരുക്കമാണ് കാണുക. അങ്ങനെ കാണാനേ പറ്റില്ല. അങ്ങനെ ഒരു രക്ഷാകർത്തൃ ബിംബം ഉണ്ടാക്കുന്നതിൽ ഞങ്ങളാണ് ഈ പ്രതീക്ഷ എന്ന ഒരു ഓൾട്ടർനേറ്റീവിൻ്റെ ഒരു പ്രതീക്ഷ, ഹോപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ സത്യത്തിൽ ഇപ്പോഴും വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഒരു നേതാവ് ഇപ്പം വേണമെന്ന് നിർബന്ധമില്ലെന്ന് അവർ പറയുന്നു. പക്ഷേ ഒരു നേതാവിനെ പിണറായി വിജയൻ ഓപ്പോസിറ്റായിട്ട് ഈ എന്താ പറയുക ഉമ്മൻചാണ്ടിയൊക്കെ പോലെ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു ഒരു പരിമിതാവസ്ഥ സത്യത്തിൽ ഇപ്പോഴും ഉണ്ടോ? അവിടെയാണോ ഈ BJPയുടെ ഇടം കിടക്കുന്നത്? അല്ല, അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഇവിടെ വർഷങ്ങളായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അവർക്ക് അതിൻ്റെ ബാഗേജുകളെല്ലാം ഉണ്ട്. അവർക്ക് പുതുതായിട്ട് വെക്കാനുള്ള ആശയങ്ങളൊന്നുമില്ല, പഴയ ആശയങ്ങൾ തന്നെ. പക്ഷേ അത് പുതിയ വീഞ്ഞ് അല്ലെങ്കിൽ പുതിയ കുപ്പിയിൽ അവർ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്നാലും അവർക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പുരനിറഞ്ഞു നിൽക്കുന്ന നേതാക്കൾ, അത് ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ, നായർ വിഭാഗത്തിൽ നിന്ന് തന്നെ, ഇപ്പോൾ മുരളീധരൻ ഒരു അമ്പലവാസിയാണെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തെ ആ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ശശി തരൂറുണ്ട്, സതീശനുണ്ട്, വേണുഗോപാലുണ്ട്, ചെന്നിത്തലയുണ്ട്. ഇവരെല്ലാം ഒരേ വിഭാഗത്തിൽ നിന്നാണ്. പക്ഷേ ആ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കേരളത്തിൽ ഇപ്പോൾ കിട്ടുന്നത് കൂടുതലും BJPക്കും രണ്ടാമത് CPM-നാണ്. കോൺഗ്രസിന് കിട്ടുന്ന 20% നായർ വോട്ടുകൾ കിട്ടുന്നത്. പക്ഷേ NSSൻ്റെ സുകുമാരൻ നായരുടെ പിന്തുണയുണ്ടെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഉള്ളിൽ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ പുറമേയെങ്കിലും അദ്ദേഹം പിന്തുണയ്ക്കുന്നു കോൺഗ്രസിന്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം ഒതുങ്ങില്ലല്ലോ. ഇത് ഈ കേരളത്തിലെ കോൺഗ്രസിന് ഒരു നേതാവ് എന്നുണ്ടെങ്കിൽ അത് ആരാണ്, അത് ഇവർക്ക് ആർക്കും തമ്മിൽ തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ കർണാടകത്തിലൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉള്ളതുപോലെ ഒരു സൂത്രം വേണമെങ്കിൽ പരീക്ഷിക്കാം. അതായത് ഇവർക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിമാരാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ വേണമെങ്കിൽ അതിൽ അവതരിപ്പിക്കാം. അപ്പോൾ ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്ന് വിചാരിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് കരുതുന്ന ആൾക്കാർക്ക് അങ്ങനെ, അല്ലെങ്കിൽ ശശി തരൂറിനെ കുറേ പേർക്ക് താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെ കരുതി അവരെ ഒരു നേതാവില്ലാത്ത രീതിയിൽ പക്ഷെ കൊണ്ടുപോകണമെങ്കിൽ
അങ്ങനെ പറ്റിയ ഒരു നേതൃത്വം ഉണ്ടാവണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ കെ സുധാകരൻ്റെ നേതൃത്വം തന്നെ ഒരു പ്രശ്നമാണ്. കാരണം അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനും അദ്ദേഹത്തെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാനും പലർക്കും കഴിയുന്നു എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. പലപ്പോഴും ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒരു നേതാവിനോട് ചോദിക്കുമ്പോൾ അത് കെ സുധാകരനെ ആരോ പറ്റിച്ചതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചു. ഇപ്പോൾ ഈ കൂടോത്ര വിവാദമൊക്കെ വന്നല്ലോ, അങ്ങനെ ഒത്തിരി വിവാദങ്ങൾ. ഈ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് കെ സുധാകരന് തീരുമാനം എടുക്കാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ പാർട്ടിയിൽ ഭയങ്കര വലിയ തോതിൽ നടക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും നേതാക്കളും ഇത്രയും നേതൃബാഹുല്യവും ഉള്ള ഈ പാർട്ടിയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുധാകരന് നയിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇവരാരും ഈ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ അത് സതീശനോ വേണുഗോപാലിനോ താല്പര്യമുള്ള കാര്യമല്ല. കാരണം അവർക്ക് അവരുടെ അപ്രമാദത്തിൽ, ഇപ്പോൾ മുരളീധരൻ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് സതീശന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഉള്ള വാർത്തയുണ്ട്. അപ്പോൾ മുരളീധരൻ അവിടെ കേന്ദ്രീകരിച്ചാൽ മുരളീധരൻ ഒരു ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് വന്നാൽ, അല്ലെങ്കിൽ അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ ഇവിടെ പലർക്കും താല്പര്യമില്ല. ഇപ്പോൾ ഇവിടെ ശ്രീ നൗഷാദ് അലി തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു. പഴയ മുരളീധരൻ്റെ തൃശ്ശൂര് എന്തൊക്കെയോ കാര്യങ്ങൾ മുരളീധരന് അത് തൃശ്ശൂർ ഒരു തിരിച്ചടിയായി എന്ന രീതിയിൽ ആയിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ പലർക്കും മുരളീധരനോട് പോലും അങ്ങനെയുള്ള ഒരു വിപ്രതിപത്തി കോൺഗ്രസിനുള്ളിലുണ്ട്. അല്ലെങ്കിൽ ഓരോ നേതാക്കന്മാരുടെ സാറ്റലൈറ്റുകളായി മാത്രം നിൽക്കുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ ജനങ്ങളുടെ ഇടയ്ക്കിടയിലേക്ക് അങ്ങനെയുള്ള ഒരു പ്രതീതി അവരിൽ ഉണ്ടായാൽ അവരെപ്പോഴും വിചാരിക്കും ഇവരെല്ലാം തമ്മിലടിക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട് എന്നാൽ പിന്നെ ശരി, അതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു സതീശൻ ഫാക്ടർ എന്തുമാത്രം വലുതാണ്. ഞാൻ ആ കാര്യം കൂടി ഒന്ന് പ്രത്യേകമായി ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സി ആനന്ദ്, ശരിയാണ്, KPCC പ്രസിഡന്റ് വിചാരിച്ച പോലെ പെരുമാറുന്നില്ല, അപ്ഡേറ്റഡ് അല്ല എന്നൊക്കെയുള്ള വിമർശനം കോൺഗ്രസിനകത്തും പുറത്തും ഒക്കെ ഉള്ളവർക്കുണ്ട്. പക്ഷെ VD സതീശൻ നിയമസഭയ്ക്കകത്തും പുറത്തുമെല്ലാം സർക്കാരിനോട് രൂക്ഷമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു, സർക്കാരിനോടുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. കോൺഗ്രസ്സുകാർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ അവർക്ക് കിട്ടി എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. ആ നിലയ്ക്ക് VD സതീശൻ എന്ന നേതാവ്, ആ നേതാവിനെ കുറിച്ച് താങ്കൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പറയാമോ? അതെന്തുമാത്രം വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഐക്കണായി അദ്ദേഹം വളർന്നു കഴിഞ്ഞു എന്ന്? അല്ല, സതീശൻ ഒരു നല്ല നേതാവാണ്. നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ എക്കാലത്തും മികച്ച ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും നേടിയ ജയങ്ങൾക്ക് പിന്നിലും അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള വർക്കുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിലെ ജനങ്ങൾ പോലും കാണുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല. ആ ഒരു ലെവലിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് പിന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ മറ്റ് നേതാക്കൾ, ഇപ്പോൾ ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ, അല്ലെങ്കിൽ വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കൾ, ഇപ്പോൾ കഴിഞ്ഞ തവണ 21 സീറ്റ് കിട്ടിയ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഏറ്റവും കൂടുതൽ കൈപൊക്കിയത് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ അത് അട്ടിമറിച്ചുകൊണ്ട് സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയും അജയ് മാക്കനും ഒക്കെ അന്ന് ഇവിടെ വന്ന് അദ്ദേഹത്തെ ഉയർത്തി. പക്ഷേ എല്ലാവരും അത് അടക്കം പറഞ്ഞെങ്കിലും പിന്നെ അത് നിന്നു. കാരണം എല്ലാവർക്കും ഒരു മാറ്റം വേണമായിരുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള MLA-മാർക്കൊക്കെ ഈ ചെന്നിത്തലയെ വെച്ച് വീണ്ടും 5 വർഷം കൂടി പോയാൽ ഇവിടെ ജയിക്കില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും കോൺഗ്രസിന് ഇപ്പോഴും ആ ഒരു ഇത്രയും പീരീഡ് കഴിഞ്ഞിട്ടും സതീശനും സുധാകരനും കൂടി പാർട്ടിയുടെ നില മെച്ചപ്പെടുത്താൻ പറ്റിയില്ല. ശരിയാണ്, നമുക്ക് സതീശനെ കുറ്റം പറയാൻ കുറച്ചേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് നിയമസഭയിലെ പ്രകടനവും അതുപോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ഇതാണ്. KPCC പ്രസിഡന്റിനാണ് പാളിച്ചകൾ കൂടുതൽ. പക്ഷെ അപ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും ആ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അല്ലെങ്കിൽ അതിനു മുൻപ് ആന്റണിയുടെയും കരുണാകരന്റെ സ്ഥാനത്തേക്കൊന്നും ഉയരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു നേതൃത്വത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. പിണറായി വിജയനെ പരാജയപ്പെടുത്താനോ പിണറായി വിജയനെ ദുർബലപ്പെടുത്താനോ പോയിന്റുകൾ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തുപയോഗിക്കുന്ന ഇമേജ് ഉമ്മൻചാണ്ടിയുടേതാണ്, മരിച്ചുപോയ ഉമ്മൻചാണ്ടിയുടേത്. അതിനിപ്പുറത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് അതിനോട് എന്താ പറയുക, ആ നിലക്കല്ലാത്ത പോയിന്റ്സ് ഉണ്ടാവും. പക്ഷേ ഉമ്മൻചാണ്ടിയുടെയോ അല്ലെങ്കിൽ കരുണാകരൻ്റെയോ ആന്റണിയുടെയോ ഗ്രേസിലേക്ക് ആ നിലക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ അവതരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിൽ പൂർണ്ണാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു CM കാൻഡിഡേറ്റിനെ അവതരിപ്പിച്ച് ബോധ്യപ്പെടുന്നതിൽ കോൺഗ്രസിന് ഈ പുതിയ കാലത്ത് ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു കമൻറ്റ് വന്നാൽ അതിനോട് നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? ഇവിടെ ഞാൻ അതുകൂടി നേരത്തെ ഈ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞപ്പോഴേ ഞാൻ തൃശ്ശൂരിനെ കുറിച്ച് K മുരളീധരൻ എന്നൊരു പേര് തന്നെ ഞാൻ പരാമർശിച്ചൊന്നും പറഞ്ഞിട്ടില്ല. തൃശ്ശൂരിലെ വിജയം
അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി കുറേ കാലമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് നടത്തിയതിൻ്റെ കൂടെ വിജയമായിരിക്കാം BJPയുടെ വിജയം എന്നതിലുപരിയായിട്ട് സിനിമാക്കാരൻ എന്നതിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ അദ്ദേഹം അവിടെ കുറേ കാലം ക്യാമ്പ് ചെയ്ത് അവിടെ ചുറ്റിപ്പറ്റി നിന്ന ആളുകളുടെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യസഭ MP ലാഡ്സൊക്കെ അവിടെ മാത്രം ചിലവഴിച്ച് അങ്ങനെയൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടി അതിൽ പങ്കുവച്ചിട്ടുണ്ടാകാമെന്നാണ് പറഞ്ഞത്. ഞാൻ അല്ലാതെ വേറെ കെ മുരളീധരൻ്റെ പേര് ഞാൻ പരാമർശിച്ചൊന്നും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തെറ്റായിട്ട് കേട്ടതാവാമെന്ന് കരുതുന്നു. ഇവിടെ നിങ്ങളീ പറഞ്ഞത് ഞാൻ നിഷാദ, ഇതിനൊക്കെ നമുക്കതിനെ പോസിറ്റീവായിട്ടും എടുക്കാം അല്ലാതെയും എടുക്കാം. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളെയും ഒരു നേതാവ് ഉണ്ടാവുമ്പോൾ ആ നേതാവ് ഒരു ബാധ്യതയാവുന്നൊരു സാഹചര്യമുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ പിണറായി വിജയൻ്റെ നേതൃബിംബം അല്ലെങ്കിൽ ആ പരിവേഷമൊക്കെ CPMനൊരു ബാധ്യതയായി മാറുന്ന ഘട്ടത്തിലേക്ക് ആ പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രതിലോമകരമായ ഫലവും ഉണ്ടാവും, എന്നാൽ ഗുണഫലങ്ങളും ചിലപ്പോഴും ഉണ്ടാകാം. എന്നാൽ ഇവിടെ നിങ്ങൾ ഈ മൾട്ടി സ്റ്റാർ പടങ്ങളൊക്കെ ഒരുപാട് കാലത്ത് വലിയ പിന്നെ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുണ്ട് നിഷാദ്. കാരണം ഹരികൃഷ്ണൻസ് ഇവിടെ ഒരുപാട് കളക്ഷൻ നേടിയിട്ടുണ്ട്. പണ്ട് രാജേഷ് ഖന്നയും അമിതാഭ് ബച്ചനും അഭിനയിച്ച ആനന്ദും നമക് ഹറാമും ഒക്കെ, പിന്നെ നമക് ഹലാലൊക്കെ ഇവിടെ വലിയ ഹറാമാണെന്ന് തോന്നുന്നു, വലിയ ഹിറ്റായിട്ടുണ്ട്. പിന്നെ ജോൺ ജാഫർ ജനാർദ്ദനൊക്കെ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മൾട്ടി സ്റ്റാർ പടങ്ങളും ഇവിടെ ഹിറ്റാവുന്നുണ്ട്. അപ്പോൾ കരൺ അർജുൻ എന്ന് പറഞ്ഞ 95 ഇറങ്ങിയ സിനിമയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒന്നിലധികം നായകന്മാരുണ്ട് എന്നുള്ളത് ഒരു പ്രതികൂല ഫലമൊന്നും സൃഷ്ടിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കർണാടകയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മല്ലികാർജ്ജുൻ ഖർഗെയുണ്ട്, പരമേശ്വരയുണ്ട്, DK ശിവകുമാറുണ്ട്, സിദ്ധരാമയ്യുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇതേപോലെയുള്ള പലതരത്തിലുള്ള ഊഹങ്ങളും വ്യംഗ്യങ്ങളും സിദ്ധരാമയ്യയുടെ പേര് എല്ലാ കൂട്ടത്തിലും ഒരുമിച്ച് വെറുതെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു പേരല്ല. അതിന് മുകളിൽ അദ്ദേഹത്തിന് അല്ല, അത് അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിലുള്ള ഒരു പിന്നെ സിദ്ധരാമയ്യ എന്ന ഒറ്റ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. അവിടെ എല്ലാ നേതാക്കൾക്കും ഒരു തുല്യ പങ്കാളിത്തവും പ്രാധാന്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സിദ്ധരാമയ്യക്ക് വലിയ പരിവേഷം ഉണ്ടെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അവിടെ അത് വിജയിച്ചു പോയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളിങ്ങനെ പറയുമ്പോൾ 1967 കരുണാകരൻ നിയമസഭാ പാർട്ടി നേതാവാകുമ്പോൾ ഈ നാട്ടിൽ കോഴിപ്പുറത്ത് മാധവ മേനോനും CM സ്റ്റീഫനും പിന്നെ അടക്കം തലയെടുപ്പുള്ള ഒരുപാട് നേതാക്കൾ അന്നും ഉണ്ട്. പിന്നെ പനമ്പള്ളി ഗോവിന്ദമേനോൻ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 70 വീണ്ടും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ നേതാക്കളുടെ വലിപ്പവും പരിവേഷവും ഒക്കെ അത് കാലാന്തരേണ അവരാർജിക്കുന്നതാണ്. അത് ആദ്യഘട്ടത്തിലൊക്കെ എല്ലാ നേതാക്കളും. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ടോട്ടൽ എടുത്താൽ തന്നെ ഒരു ഐക്കൺ പൊളിറ്റിക്സിൻ്റെ ഒരു സംഗതിയുള്ളൂ. രാഹുൽ ഗാന്ധി നിങ്ങളൊരു ഫിഗറാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ, കേരളത്തിൽ വന്നാൽ പിണറായി വിജയൻ. ഇപ്പോൾ ആളുകളെ സംബന്ധിച്ച് മൊത്തം കുഴപ്പമായി കിടക്കുമ്പോൾ എന്താണ് രക്ഷകനാവുക എന്ന് പറയുന്ന ഒരു സാധനമുള്ളൂ, MK സ്റ്റാലിൻ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് അത് ഉണ്ടായിരുന്നു. കോൺഗ്രസ് അത് ഇല്ലാത്ത എല്ലാ കാലത്തും മൾട്ടി സ്റ്റാർ കളിക്കുന്ന പാർട്ടി അല്ല. അതിന് എപ്പോഴും ഒരു ഐക്കൺ ഉണ്ടാകുമായിരുന്നു. ആളുകൾക്ക് വിശ്വാസവും ആൾക്ക് ഹൃദയബന്ധവും വൈകാരിക അഭിനിവേശമൊക്കെ ഉണ്ടെന്ന് നേതാക്കളുണ്ടായിരുന്ന കാലമാണ്. വളരെ പെട്ടെന്ന് നിങ്ങൾ മൾട്ടി സ്റ്റാർ സ്ട്രാറ്റജിയിലേക്ക് മാറിയാൽ ആളുകൾക്ക് വേറെ ഐക്കൺ പടങ്ങൾ കിടക്കുകയാണ്. അല്ല, ഇത് എല്ലാ കാലത്തും അങ്ങനെ ഐക്കണുകൾ മാത്രം ചിലവാകുന്നൊരു മേഖലയൊന്നും അല്ല. പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയവും കേരളത്തിലെ രാഷ്ട്രീയവും ഒക്കെ ഇവിടെ 2001 ഞാൻ ഓർക്കുകയാണ്, തെന്നല ബാലകൃഷ്ണപിള്ള എന്ന KPCC പ്രസിഡന്റാണ് സമീപകാലത്തെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കോൺഗ്രസിനെ UDFനെ നയിച്ചത്. 62 സീറ്റാണ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത്. അപ്പോൾ തെന്നല ബാലകൃഷ്ണപിള്ള നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിലൊന്നും വരാത്തൊരു നേതാവാണ്. അദ്ദേഹം വലിയ ഉയർന്ന നേതാവാണ്. പക്ഷേ നിങ്ങളുടെ ഈ ക്ലീഷേകളിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോ രാഷ്ട്രീയ നിരൂപകരോ ഒന്നും പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ നേതാവ് ഇവിടെ പിന്നെ 100 സീറ്റിൻ്റെ വിജയം UDFന് സമ്മാനിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യത ഉണ്ടാക്കുകയും എന്നുള്ളതാണ് ഒരു പരിമിതി കോൺഗ്രസിനെ കുറിച്ച് പറയേണ്ടതാണ്. അല്ല, ശ്രീ അൻവർ ഷാ പാലോട്, കോൺഗ്രസ് വെറുതെ അങ്ങ് പോയി തോറ്റോളും, നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, CPMനും LDFനും പരിക്കൊന്നും പറ്റിയിട്ടില്ല, ജനങ്ങൾ കോൺഗ്രസിനെ ഇനിയും സ്വീകരിക്കാൻ പോകുന്നില്ല, അടുത്ത തദ്ദേശത്തിലും നിയമസഭയിലും ഞങ്ങൾ തന്നെ വിജയിക്കാൻ പോവുകയാണ് എന്നൊക്കെ വിലയിരുത്തുകയാണോ? അല്ല നിഷാദ, ഇപ്പം അങ്ങനെയുള്ളൊരു വിലയിരുത്തലല്ലോ നമ്മൾ പോയത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തിനുണ്ടായിട്ടുള്ള എല്ലാ വോട്ട് എവിടെ നിന്നൊക്കെയാണ് ചോർന്നത്, സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എങ്ങനെയാണ് ഈ പറയുന്ന ആ തെരഞ്ഞെടുപ്പിൽ അതിനെ കോൺഗ്രസ്സിന് വോട്ട് കിട്ടിയത് അല്ലെങ്കിൽ BJPക്ക്, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം തിരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ തിരുത്തി അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനാണല്ലോ. അല്ലാതെ ഞങ്ങളിതൊന്നും
നോക്കുന്നില്ല എന്നുള്ള രീതിയിലല്ലോ നമ്മൾ സംസാരിച്ചത്. എന്ത് വന്നു കഴിഞ്ഞാലും തിരുത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ LDF. അത് കൃത്യമായി ഇപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലുള്ളത് വരുന്ന ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ എവിടെയൊക്കെ ആയിരിക്കും വിജയം. ഈ LDF ഇപ്പോൾ നമുക്കറിയാം പുതുപ്പള്ളിയിലായാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന. അവിടെയും അന്ന് LDFനാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഓരോ തെരഞ്ഞെടുപ്പുകളെന്ന് പറയുന്നത് ഓരോ ട്രെൻഡിനനുസരിച്ചാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും LDFന് കുറെ കൂടി എഡ്ജ് ഉണ്ട്. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2006 to 2011 വരെ LDF സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. 2011 മാത്രമാണ് UDFന് വെറും 2 സീറ്റിന്റെ വ്യത്യാസത്തിൽ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. അതിനുശേഷം നടക്കുന്ന 2016, 2021. അപ്പോൾ നിയമസഭ ആവുമ്പോൾ കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. തദ്ദേശ സ്വയംഭരണത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കുറെ കൂടി LDF സംവിധാനത്തിനടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നിഷാദ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. മീൻസ് ഭരണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഈ ഭരണത്തിൽ വന്നിട്ടുള്ള ഈ പറയുന്ന ഇപ്പോൾ പെൻഷൻ കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ഭാഗത്തുനിന്നുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജനങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവണമെന്നില്ല, കേന്ദ്രം തരാഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർ ഇപ്പോഴാണ് ഈ പറയുന്ന കേരളത്തിൻ്റെ റവന്യൂ വിഹിതത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ MPമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവർ ഡൽഹിയിൽ പോയി സമരം വിളിച്ചതാ. നമുക്കറിയാം ഇവിടുന്ന് കേരളിന് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് അവിടെ പോയപ്പോൾ അതിനെതിരെ സമരം ചെയ്തു. അതോടൊപ്പം തന്നെ ശബരിമലയ്ക്ക് അനുകൂലമായിട്ട് സമരം ചെയ്തു. LDFനും താല്പര്യമില്ല. പക്ഷേ ഈ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ കോൺഗ്രസ് എന്തുമാത്രം പ്രയോജനപ്പെടുത്താൻ പോകുന്നു, അവർ എന്തുമാത്രം ഒരു സൂക്ഷ്മ രാഷ്ട്രീയ ചലനങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള പ്രോജക്റ്റുകളിലേക്ക് കടക്കാൻ പോകുന്നു എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും താങ്ക് യു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അൻവർ ഷാ പാലോട്, ശ്രീ KP നൗഷാദ് അലി, ആനന്ദ്.